ബാർ വിഷയം UDF-ൽ ചേരിതിരിവുണ്ടാക്കുന്നതിനിടെയാണ് കത്തോലിക്ക സഭ സുധീരനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. വിഷയത്തിൽ സഭ VM സുധീരന്റെ നിലപാടിനൊപ്പമാണെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇടുക്കിയിൽ പറഞ്ഞു. മദ്യവ്യാപാരികളുമായി സർക്കാരിന് രഹസ്യ ഉടമ്പടിയുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും മാർ ആലഞ്ചേരി പറഞ്ഞു. VM സുധീരന്റെ ആദർശങ്ങൾ ഇക്കാര്യത്തിൽ നമുക്ക് 100% അംഗീകരിക്കാവുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ അവർക്ക് ഈ ബാർ ഉടമകളോടോ മദ്യവ്യാപാരികളോടോ എന്തെങ്കിലും ഉടമ്പടികൾ ഉണ്ടായിരുന്നു എനിക്കറിഞ്ഞുകൂടാ. കോടതി വഴി ലൈസൻസ് നേടിയെടുക്കാൻ ഭരണാധികാരികൾ ബാറുടമയെ സഹായിക്കുക വഴി അഴിമതി നടത്തുകയായിരുന്നുവെന്ന് ഗവൺമെന്റ് ചീഫ് PC ജോർജ് ആരോപിച്ചു. നിങ്ങൾ ഈ ബാറുകൾ നല്ലവണ്ണം പണം മുടക്കി മാറ്റിയാൽ ഞങ്ങൾ ലൈസൻസ് തന്നുകൊള്ളാമെന്ന് ഭരണത്തിലുള്ള ആരെങ്കിലും ഉറപ്പ് കൊടുക്കാതെ ആരും ഇങ്ങനെ കോടികൾ മുടക്കില്ല. ആ വ്യക്തികൾ ആരാണ്? അവർ ചെയ്തത് അഴിമതിയാണ്. സുധീരന്റെ നിലപാട് വ്യക്തമാണെന്നും കോടതി ഉത്തരവ് നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോടതി വിധി അനുസരിക്കുകയല്ലാതെ സർക്കാരിന് മറ്റു മാർഗമില്ലെന്നായിരുന്നു K മുരളീധരൻ MLA പ്രതികരണം. ചില ഘട്ടങ്ങളിൽ കോടതിയെ സർക്കാരിന് ധിക്കരിക്കേണ്ടി വരുമെന്ന് മന്ത്രി അടൂർ പ്രകാശും പറഞ്ഞു. എന്നാൽ സുധീരൻ കപട ആദർശവാദിയെന്നായിരുന്നു SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. സുധീരന്റെ കടുംപിടുത്തമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ജസ്റ്റിസ് M രാമചന്ദ്രൻ നായരും പറഞ്ഞു. തന്റെ റിപ്പോർട്ട് വേണ്ട വിധം പരിശോധിക്കാതെയാണ് സർക്കാർ നടപടിയെടുത്തതെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ മീഡിയ വണ്ണോട് പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ.